ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് യൂണിറ്റ് 3-ലെ ദ മൂൺ എന്ന് പറയുന്ന പോം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ് 3-യുടെ പേരാണ് ടെൻഡർ ഷൂട്ട്സ്. നമുക്ക് ഈ പാഠഭാഗം തുടങ്ങുമ്പോൾ കെന്യൻ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള വെൻഗരി മാതയുടെ ഒരു കോട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കോട്ട് ഒന്ന് നോക്കാം. വെൻ വി പ്ലാന്റ് എ ട്രീ വി പ്ലാന്റ് ഹോപ്പ്. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മളൊരു മരം വെച്ച് പിടിപ്പിക്കുമ്പോൾ അത് നമുക്കൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. അത് നമ്മൾ ഒരു മരം വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിലൂടെ നമുക്കൊരു പ്രതീക്ഷയാണ് കിട്ടുന്നത് എന്നാണ് വെൻഗരി മാത ഈ ഒരു കോട്ടിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ ഒരു യൂണിറ്റ് നമ്മളുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ സറൗണ്ടിങ്സിനെ കുറിച്ചിട്ടായിരിക്കും എന്നുള്ളത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഹിയർ ഈസ് എ പോം ദാറ്റ് ഷോസ് ഹൗ നേച്ചർ ഈസ് എ ഗുഡ് കമ്പാനിയൻ ആൻഡ് ഗേർഡിയൻ. അപ്പോൾ നമുക്ക് നേച്ചർ ഒരു ഗുഡ് കമ്പാനിയനും ഒരു ഗേർഡിയനുമാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പോം ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പോത്തിൻ്റെ പേരാണ് ദ മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പേരിലൂടെ തന്നെ മനസ്സിലാക്കാം മൂണിനെ പറ്റിയിട്ടാണ് നമുക്ക് ഈ പോം തന്നിട്ടുള്ളത്. അപ്പം ടോട്ടൽ 3 സ്റ്റാൻസ ആണ് ഈ ഒരു പോയത്തിലുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റാൻസ വീതം നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയിലേക്ക് കടക്കാം. The moon has a face like the clock in the hall. നമ്മുടെ ഹോളിലൊക്കെ കാണുന്ന ക്ലോക്കിൻ്റെ പോലെയാണ് മൂണിൻ്റെ ഫേസ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതൊരു കമ്പാരിസൺ ആണ്. She shines on thieves on the garden wall. ഗാർഡൻ വാളിലുള്ള തീവ്സിനെ പോലെ അത് ഷൈൻ ചെയ്യുകയാണ് എന്ന് പറയുന്നുണ്ട്. ഓൺ സ്ട്രീറ്റ്സ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഹാർബർ ക്വേസ്. ക്വേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ തീരത്തിനെയാണ്. ഹാർബറിൻ്റെ കടൽ തീരത്തും അതേപോലെ ഫീൽഡ്സിലും അതുപോലെ നമ്മളെ സ്ട്രീറ്റ്സിലെല്ലാം. ആൻഡ് ബേർഡീസ് എസ്ലീപ്പ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. അതേപോലെ പക്ഷികൾ നമ്മുടെ ട്രീസിലെല്ലാം ട്രീസിൻ്റെ ചില്ലകളിലെല്ലാം ഉറങ്ങുന്നത് പോലെയാണ് മൂണ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് കടക്കാം. ദ സ്ക്വാളിംഗ് കാറ്റ് ആൻഡ് ദ സ്ക്വീക്കിംഗ് മൗസ്. ശല്യപ്പെടുത്തുന്ന കാറ്റിനെ പോലെയും അതേപോലെ നെരുക്കം സൗണ്ട് ഉണ്ടാക്കുന്ന മൗസിനെ പോലെയുമാണ്. ദ ഹൗളിംഗ് ഡോഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്. ഒരു വീടിൻ്റെ ഡോറിൻ്റെ അടുത്ത് നിന്നിട്ട് അലറുന്ന നായയെ പോലെയാണ്. ദ ബാറ്റ് ദാറ്റ് ലൈസ് ഇൻ ദ ബെഡ് അറ്റ് നൂൺ. വൈകുന്നേര സമയങ്ങളിൽ ബെഡിൽ കിടന്നുറങ്ങുന്ന ബാറ്റിനെ പോലെയാണ്. ഓൾ ലവ് ടു ബി ഔട്ട് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. മൂണിൻ്റെ ലൈറ്റിൽ നിന്നാണ് ഈ എല്ലാ ലവ്സും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ 2 സ്റ്റാൻസയിൽ പറയുന്നത്. നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. അടുത്തത് 3ാമത്തെ സ്റ്റാൻസയാണ്. ബട്ട് ഓൾ ഓഫ് ദ തിങ്സ് ദാറ്റ് ബിലോങ് ടു ദ ഡേ. പക്ഷേ ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു ദിവസം ഉള്ളതാണ്, ഈ ഒരു ദിവസത്തിൽ ഉൾപ്പെടുന്നതാണ്. കഡിൽ ടു സ്ലീപ്പ് ടു ബി ഔട്ട് ഓഫ് ഹെർ വേ. അവളുടെ വഴിക്ക് പുറത്ത് നിന്നിട്ട് ആണ് അവൾ നമ്മളെ ഉറക്കത്തിലേക്ക് ആലിംഗനം ചെയ്യുന്നത്, ക്ഷണിക്കുന്നത്. ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ ക്ലോസ് ദെയർ ഐസ്. ഫ്ലവേഴ്സും ചിൽഡ്രൻസും എല്ലാം അവരുടെ ഐസ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ടിൽ അപ്പ് ഇൻ ദ മോർണിംഗ് ദ സൺ ഷോൾ അറൈസ്. അപ്പോൾ ഏതുവരെയാണ് അവരവരുടെ കണ്ണുകളെല്ലാം ക്ലോസ് ചെയ്യുന്നത്? മോർണിംഗിൽ സൺ അറൈസ് ചെയ്യുന്നത് വരെയാണ് അവരവരുടെ കണ്ണുകളെല്ലാം അടയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് ദ മൂൺ എന്ന് പറയുന്ന പോം. അപ്പോൾ ഇതിൻ്റെ റൈറ്ററെ പറ്റി നമുക്ക് നോക്കാം. അബൌട്ട് ദ പോയറ്റ്. അപ്പോൾ ദ മൂൺ എന്ന് പറയുന്ന പോം എഴുതിയിട്ടുള്ളത് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ്. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ 1850 to 1894 വാസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റ്, എസ്സേയിസ്റ്റ്, പോയറ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ. അപ്പോൾ അദ്ദേഹം ഒരു നോവലിസ്റ്റാണ്, എസ്സേയിസ്റ്റാണ്, പോയറ്റാണ്, അതുപോലെ തന്നെ ഒരു ട്രാവൽ റൈറ്ററുമാണ്. ഹീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ വർക്ക് സച്ച് ആസ് ട്രഷർ ഐലാൻഡ്, കിഡ്നാപ്പ്ഡ് ആൻഡ് എ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ്. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കുകൾ, കൃതികളാണ് ട്രഷർ ഐലാൻഡ്, കിഡ്നാപ്പ്ഡ് ആൻഡ് എ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ് എന്ന് പറയുന്നതെല്ലാം. അപ്പോൾ ഇതാണ് നമ്മളുടെ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്ന് പറയുന്ന ദ മൂൺ എന്ന് പറയുന്ന പോം എഴുതിയ പോയറ്റ്. അപ്പോൾ ടെക്സ്റ്റിൽ നമുക്ക് ഗ്ലോസറി തന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാത്ത വേർഡ്സ് എല്ലാം ഈ ഗ്ലോസറിയിൽ നൽകിയിട്ടുണ്ട്. ബേർഡി എന്ന് പറഞ്ഞാൽ എ ചൈൽഡ്സ് ടേം ഫോർ എ ബേർഡ് എന്നാണ്. കഡിൽ എന്ന് പറഞ്ഞാൽ ടു ഹോൾഡ് ക്ലോസ് ഇൻ വൺസ് ആംസ് ടു ഷോ അഫെക്ഷൻ. ഫോക്സ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് ദ ട്രങ്ക് ഓഫ് എ ട്രീ ഇൻടു 2 ബ്രാഞ്ചസ്. അടുത്തത് ക്വേ എന്ന് പറഞ്ഞാൽ എ മെറ്റൽ പ്ലാറ്റ്ഫോം ഫോർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഷിപ്സ്. സ്ക്വൽ എന്ന് പറഞ്ഞാൽ ക്രൈ നോയ്സിലി. അതുപോലെ ലാസ്റ്റ് സ്ക്യൂക്ക് എന്ന് പറഞ്ഞാൽ മേക്ക് എ ഹൈ പിച്ച്ഡ് സൗണ്ട് ഓർ ക്രൈ. അപ്പോൾ ഇതാണ് ഇതിൽ നൽകിയിട്ടുള്ള ഗ്ലോസറി. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാത്ത വേർഡ്സിൻ്റെ മീനിങ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോം എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പോയത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വീതം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ വാക്ക്ഡ് ഇൻ ദ മൂൺ ലൈറ്റ്? വാട്ട് ഡു യു ഫീൽ വെൻ യു സീ ദ മൂൺ ഇൻ ദ സ്കൈ? നിങ്ങൾ മൂൺ ലൈറ്റിൽ നടന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് മൂണിനെ കാണുമ്പോൾ, സ്കൈയിൽ മൂണിനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യാറ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ യെസ്, അതെ. ഐ ഹാവ് വാക്ക്ഡ് ഇൻ ദ മൂൺ ലൈറ്റ് വൺസ്. ഞാൻ ഒരിക്കൽ മൂൺ ലൈറ്റിന് വാക്ക് ചെയ്തിട്ടുണ്ട്. ദ നൈറ്റ് ഫീൽസ് മാജിക്കൽ അണ്ടർ ദ മൂൺസ് ഗ്ലോ. മൂണിൻ്റെ ഗ്ലോയിൽ രാത്രിയിൽ നമുക്കൊരു മാജിക്കൽ ഫീൽസ് ആണ് നൽകുന്നത് മൂണിൻ്റെ ഗ്ലോ. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മൂൺസ് ഫേസ് കമ്പയർഡ് ടു? മൂൺസിൻ്റെ ഫേസ് നമ്മൾ ആരായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം അല്ലേ. ആൻസർ, ദ മൂൺസ് ഫേസ് കമ്പയർഡ് ടു എ ക്ലോക്ക് ഇൻ ദ ഹാളിലുള്ള ഒരു ക്ലോക്കുമായിട്ടാണ് മൂണിൻ്റെ ഫേസ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വേർ അക്കോർഡിംഗ് ടു ദ പോയറ്റ് ഡു ബേർഡ് സ്ലീപ്പ് അറ്റ് നൈറ്റ്? എവിടെയാണ് നമ്മൾ പോയറ്റിൻ്റെ പ്രകാരം, പോയറ്റ് എഴുതിയിരിക്കുന്ന പോയത്തിലുള്ള പ്രകാരം എവിടെയാണ് ബേർഡ്സ് സ്ലീപ്പ് ചെയ്യുന്നത് നൈറ്റിൽ? ആൻസർ, അക്കോർഡിംഗ് ടു ദ പോയറ്റ് ബേർഡ് സ്ലീപ്പ് ഇൻ ദ ഫോഗ്സ് ഓഫ് ദ ട്രീസ് അറ്റ് നൈറ്റ്. അപ്പോൾ നമുക്കറിയാമല്ലേ, പോയറ്റ് പറഞ്ഞത് പ്രകാരം ബേർഡ്സ് ഫോഗ്സ് ഓഫ് ദ ട്രീസിലാണ് രാത്രി ഉറങ്ങുന്നത്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡസ് ദ മൂൺ ഷൈൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീംസ്? എവിടെ വെച്ചിട്ടാണ് മൂൺ ഷൈൻ ചെയ്യുന്നതും അതേപോലെ അതിൻ്റെ ബ്യൂട്ടിഫുൾ ബീംസ് സ്പ്രെഡ് ചെയ്യുന്നതും? ആൻസർ, മൂൺ ഷൈൻസ് ഓൺ തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾസ്, സ്ട്രീറ്റ്സ്, ഫീൽഡ്സ്, ഹാർബർ, ക്വയർസ് ആൻഡ് ബേർഡ് സ്ലീപ്പിംഗ് ഇൻ ദ ഫോഗ്സ് ഓഫ് ദ ട്രീസ്. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ കുഡ് ദ ഡോഗ് ബി ഹൗളിംഗ് ദ ഡോർ ഓഫ് ദ ഹൗസ്? ഹൗസിൻ്റെ ഡോറിൻ്റെ അവിടെ നിന്നിട്ട് എന്തിനാണ് നായ കുരയ്ക്കുന്നത് എന്നാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ നോക്കാം. ആൻസർ, ദ ഡോഗ് മൈറ്റ് ബി ഹൗളിംഗ് ബൈ ദ ഡോർ ബിക്കോസ് ഇറ്റ് എൻജോയ്സ് ദ മൂൺ. കാരണം അത് മൂൺ ലൈറ്റ് എൻജോയ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ നിന്നിട്ട് ഹൗളിംഗ് ചെയ്യുന്നത്. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ക്രിയേച്ചേഴ്സ് ദാറ്റ് ലൈക്ക് ടു സ്പെൻഡ് ടൈം ഇൻ ദ മൂൺ ലൈറ്റ്? മൂൺ ലൈറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഏതൊക്കെ ക്രിയേച്ചേഴ്സ് ആണ് ഉള്ളത് എന്നാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ, കാറ്റ്, മൗസ്, ഡോഗ് ആൻഡ് ബാറ്റ്. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ലോങ് ഡു ദ ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ്? ഫ്ലവേഴ്സും ചിൽഡ്രൻസും എത്ര സമയമാണ് ഉറങ്ങാറും അതേപോലെ റെസ്റ്റ് എടുക്കാറും എന്നാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ആൻസറിലേക്ക് കടക്കാം. ആൻസർ, ദ ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ് അണ്ടിൽ മോർണിംഗ് വെൻ ദ സൺ റൈസസ്. അപ്പോൾ മോർണിംഗ് വരെ, സണ്ണ് ഉദിക്കുന്നത് വരെയാണ് അവർ റെസ്റ്റ് എടുക്കാറ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോം ഡിസ്കസ് ചെയ്തു, പോമത്തിൻ്റെ മീനിങ് എല്ലാം കൂട്ടുകാർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂണിറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതുപോലെ നമ്മൾ പോയറ്റിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഗ്ലോസറി നോക്കി, പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കിയിട്ടുണ്ട്. ഇനി ഈ ചാപ്റ്ററിൽ വരുന്നത് നിങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. 4 ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നമ്മൾ ആ 4 ആക്ടിവിറ്റീസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോയിലെല്ലാം ഞാൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന് തന്നെ ഇടുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതെല്ലാ കൂട്ടുകാരും പോയിട്ട് നോക്കണം. ആ വീഡിയോയിൽ നിങ്ങൾക്ക് 4 ആക്ടിവിറ്റീസും വിശദീകരിച്ച് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ആ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.